ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, കുഞ്ഞില്ലാത്ത ഒരുപാട് പേര് സങ്കടപ്പെട്ടിട്ട് ഓരോ ട്രീറ്റ്മെൻറ്റും പൂജയും വഴിപാടുകളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതൊരു വഴിക്ക് പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ജീവിതത്തിൽ വിജയം ഉണ്ടാവും, 100% ഉറപ്പാണ്. അപ്പോൾ 100-ൽ കുറച്ച് പേർക്കെങ്കിലും അത് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് എനിക്കും ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഞാൻ അതാണ് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, പൊള്ളാച്ചിയിലെ മാസാണിയമ്മൻ കോവിൽ എന്ന് പറഞ്ഞിട്ട് ചിലർക്ക് കേട്ടിട്ടുണ്ടാവും. പാലക്കാട് ഡിസ്ട്രിക്റ്റുള്ളവരും തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. വേറെയുള്ള ഡിസ്ട്രിക്റ്റുകാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പോൾ ആ ഒരു അമ്പലത്തിലെ ഐതിഹ്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് മാസാണിയമ്മൻ കോവിലിൽ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഒരമ്മ കിടക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ അമ്മ കിടന്നിട്ട് ഈ 2 കാലിൻ്റെ ഇടയിൽ കുഞ്ഞ് വരുത്തക്ക രീതിയിലുള്ള പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അതാണ് അവിടുത്തെ ശില്പം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ അങ്ങനെയെന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്താണ് നമുക്ക് ഗുണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാര്യയും ഭർത്താവും ഒരു ഫാമിലിയായിട്ട് താമസിക്കുന്ന സമയത്ത് ഈ ഭാര്യ ഗർഭിണിയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്കാണ് പ്രസവം നോക്കുന്ന അമ്മ താമസിക്കുന്നത്. അന്നെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലോ ഡോക്ടർമാർ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ടാണല്ലോ പ്രസവം നോക്കാറ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഈ അമ്മയ്ക്ക് പ്രസവ വേദന വന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ആ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പകുതി കാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വണ്ടിയൊന്നുമില്ല കേട്ടോ, നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് നടക്കാൻ പറ്റാതെ ഈ വേദന കൂടിയപ്പോൾ ഭർത്താവ് നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ താഴെ ഇരുത്തിയിട്ട് ഈ അമ്മയെ കൂട്ടാനായിട്ട് ഭർത്താവ് പോയിട്ട് വരുന്ന സമയത്ത് ഈ അമ്മയെ ഇരുത്തിയ സ്ഥലത്ത് കാണില്ല. അപ്പോൾ ഭർത്താവ് ഭയങ്കരമായിട്ട് പേടിക്കും, കാരണം കാട്ടിലാണല്ലോ ഇരുത്തിയിട്ട് പോയത്, വേറെ നിവർത്തിയില്ലായിരുന്നു. ആ ഒരു വിളക്കിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ അമ്മ കാണുന്നത്. അപ്പോൾ അവർ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ പ്രസവം നോക്കാനായിട്ട് വന്ന ആ അമ്മ പറയും, ഞാൻ സ്വപ്നം കണ്ടത് ഫലിച്ചു എന്നാണ് തോന്നുന്നതെന്ന് പറയും. അപ്പോൾ ഈ ഭർത്താവ് ചോദിക്കും, എന്താ അമ്മയെ സ്വപ്നം കണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, ഇതേപോലെ നീ പ്രസവവേദന എടുത്ത് എന്താ പറയുക ഭാര്യയ്ക്ക് പ്രസവവേദന എടുത്തിട്ട് നീ എന്നെ വിളിക്കാൻ വരുന്ന സമയത്ത് അവളെ ഒരു കറുത്ത ഇരുണ്ട ഒരു രൂപം ഫോളോ ചെയ്യുന്നതായിട്ട്, അതായത് നമ്മളെ പേടിപ്പിച്ച് അങ്ങനെ ഓടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ കുറച്ച് അകലെ അവർ നടന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ ഈ അമ്മ മരിച്ച് കിടക്കുന്നതായിട്ട്, ആ അമ്മയുടെ കാലിൻ്റെ അവിടെ ആയിട്ട് കുഞ്ഞും കിടക്കുന്നതായിട്ടാണ് ഇവർ കണ്ടത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ കറുത്തിരുണ്ട രൂപം ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ അമ്മ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ചാണകത്തിൽ ചവിട്ടിയിട്ട് ആ അമ്മ വീഴും. അങ്ങനെ പ്രസവത്തിനോട് കൂടിയിട്ട് ആ അമ്മ മരിക്കും. അപ്പോൾ കുഞ്ഞും അമ്മയാണ് ആ അമ്പലത്തിലെ പ്രതിഷ്ഠ. അതാണ് മാസാണി അമ്മൻ. സാണി എന്ന് പറയുമ്പോൾ തമിഴിൽ ചാണകം എന്നാണ് അർത്ഥം. അപ്പോൾ മാസാണി അമ്മൻ ആണ് അവിടുത്തെ ആ അമ്പലത്തിലെ പേര് വന്നത്. അങ്ങനെയാണ് ഐതിഹ്യം. അപ്പോൾ ഈ ഒരു അമ്മ സാധാരണ അമ്മയായിരുന്നില്ല. കാരണം ഈ കറുത്തിരുണ്ട രൂപം മറ്റുള്ള സമൂഹത്തിൽ മറ്റുള്ള ജനങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രൂപത്തെയും കൂടിയിട്ട് നശിപ്പിച്ചുകൊണ്ടാണ് ഈ അമ്മയുടെ മരണം. അപ്പോൾ അമ്മയും കുഞ്ഞുമാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞില്ലാത്തവർ അവിടെ പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ അമ്മ ഒരിക്കലും കൈവിടില്ല, കേൾക്കാതിരിക്കില്ല എന്നാണ് അവിടുത്തെ ഐതിഹ്യം. അപ്പോൾ എല്ലാവരും ഒന്ന് അവിടെ പോയിട്ടൊന്ന് എന്താ പറയുക, ഞാൻ പറയുന്ന വഴിപാട് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കുണ്ടായ റിസൾട്ടാണ്. അതായത് മാസാണിയമ്മൻ കോവിലിലേക്ക് പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നും ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ആ നടക്കുന്ന സമയത്ത് ഈ 2 സൈഡായിട്ടും കടകളുണ്ട്. അതായത് അവിടുത്തെ പൂജ സാധനങ്ങൾ കിട്ടുന്ന കടകൾ. പക്ഷെ അതല്ല, അതിന് നേരെ നടന്നു പോയിട്ട് അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡായിട്ട് 2-3 കടകളുണ്ട്. അവിടെ പോയിട്ട് പറയുക, ഞങ്ങളിങ്ങനെ തൊട്ട് കെട്ടാൻ വന്നാണ്, ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാന്ന് പറയുമ്പോൾ അവർ അവിടെ പൂജയ്ക്കായിട്ട് തരും, കുറച്ച് സാധനങ്ങളൊക്കെ തരും കേട്ടോ. എനിക്ക് തോന്നുന്നു 650 രൂപ എന്താണ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മീൻസ് എന്തായാലും ഒരു 1000 രൂപയ്ക്ക് അകത്തേ വരുള്ളൂ കേട്ടോ. അങ്ങനെ അവർ തരും.
അത് തന്നു കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ കൂടെ വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ പുറത്ത് തന്നെയായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടെ പോയിട്ട് അവിടെ വന്ന് നിന്നിട്ട് അവർ നമ്മുടെ ദൃഷ്ടിയൊക്കെ കളയും. അതായത് ഇങ്ങനെ ഉഴിഞ്ഞിറക്കുകയൊക്കെ ചെയ്തിട്ട് അവരെന്തൊക്കെയൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ഉഴിഞ്ഞിറക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ കാലിലൊക്കെ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തൊക്കെ തന്നു കഴിഞ്ഞിട്ട് ഒരു തുണിയിൽ നാരങ്ങയില്ലേ, ആ നാരങ്ങ വെച്ചിട്ട് ആ ഗ്രില്ലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കെട്ടാൻ പറയും. കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ നാരങ്ങ താഴെ വീഴാതെ പതുക്കെ ഒരു 3 വട്ടം ഇങ്ങനെ പിടിച്ചിട്ട് ആട്ടുക കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നത് തരാമെന്നൊന്നും നമ്മൾ നേരേണ്ട ആവശ്യമില്ല. നമ്മൾ പറയേണ്ടത് ഞാനിവിടെ വന്ന് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ കുഞ്ഞിന് ദൈവം തരുകയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് ഇത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ല, അവിടെയും ഇവിടെയൊക്കെ പോയി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടും ഫലമില്ല. അവസാനമാണ് ഞാൻ അമ്മയെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെ തരികയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിനെയും കൂട്ടി ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കാകുന്ന വഴിപാട് ഞാൻ ചെയ്യുമെന്നാണ് നേരേണ്ടത്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മനസ്സിൽ വന്നതൊക്കെ നേർന്നിട്ട് വരും. പക്ഷെ നമുക്ക് ആ ഒരു സാഹചര്യം സമയമൊക്കെ കഴിയുന്ന സമയത്ത് നമ്മളത് എന്താ നേർന്നതെന്ന് മറന്നു പോവും. അപ്പോൾ ആ മറന്നു പോയാൽ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം മറന്നു പോകുമ്പോൾ അത് വിഷമമാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ എനിക്കാകുന്ന വഴിപാട്, അതായത് അവിടെ പൂമാല വഴിപാടുണ്ട്. പൂമാല എന്ന് പറയുമ്പോൾ ആ കിടക്കുന്ന അമ്മയ്ക്കും കുട്ടിക്കും ഇടേണ്ട മാലയില്ലേ, അത് അവിടെ തന്നെ കിട്ടും. അത് പട്ടുസാരി, പൂജയ്ക്കുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വഴിപാട്. അപ്പോൾ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചത്, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ വന്ന് തൊഴുതും എനിക്കാകുന്ന വഴിപാട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിന് 6-ാം മാസം ചോറുമൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി. ഞാൻ ചെയ്തത് പട്ടുസാരിയാണ് അമ്മയ്ക്ക് കൊടുത്തത്. പൂജ സാധനങ്ങളും പട്ടുസാരിയും കൂടിയിട്ടാണ് ഞാൻ കൊടുത്തത്. ഇന്നതെന്നൊന്നും ഞാൻ നേർന്നില്ല, എനിക്കാകുന്ന വഴിപാടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ സാരിയാണ് കൊടുത്തത്. അപ്പം നിങ്ങളും അതേപോലെ അവിടെ പോയിട്ട് എനിക്കാകുന്ന വഴിപാട് ഞാൻ ചെയ്യാം എന്ന് മാത്രം നേരുക. അതാ പ്രഗ്നൻ്റായി നല്ലപോലെ പ്രസവിച്ച് കുഞ്ഞിന് ദീർഘായുസ്സായിരുന്നു തന്ന ഒരു കുഴപ്പമില്ലാതെ കയ്യിൽ കിട്ടിയതിന് ശേഷം ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ആ വഴിപാടങ്ങട് കടമായി വെക്കാതെ ചെയ്തിട്ട് വരിക. അതായത് ഇപ്പം എന്താണെന്ന് നമ്മൾ നേർന്നിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് 2 പൂമാല വാങ്ങിക്കൊടുക്കണമെങ്കിൽ പൂമാല വാങ്ങിക്കൊടുക്കാം, അല്ല പട്ടുസാരിയാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ പട്ടുസാരി വാങ്ങിക്കൊടുക്കാം, അല്ല പൂജയ്ക്കുള്ള സാധനങ്ങളാണ് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാം. അത് നിങ്ങൾ നേർന്നിട്ട് വരണം. ആ എന്താ പറയുക, അതായത് പോകുന്ന സമയത്ത് നമുക്ക് പൈസ ചിലവെന്ന് പറഞ്ഞാൽ ആകെ കൂടെ നമ്മൾ നമുക്ക് ദൃഷ്ടിയൊക്കെ കളഞ്ഞിട്ട് അവർ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തരുന്നു പറഞ്ഞില്ലേ, അതിൻ്റെ പൈസ മാത്രമാണ് നമുക്കവിടെ ചിലവെന്ന് പറയുന്നത്. നന്നായി പ്രാർത്ഥിച്ചിട്ട് വരിക. അവിടെ ഈ കറുത്ത വാവ് ദിവസം ഭയങ്കര ആഘോഷമാണ് ആ അമ്പലത്തിൽ. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതിനുള്ള സമയം ഉണ്ടാവില്ല, ഇതിനുള്ള എന്താ പറയുക സ്ഥലങ്ങളുണ്ടാവില്ല. അപ്പോൾ അതല്ലാത്തൊരു ചൊവ്വയോ വെള്ളിയോ ഞായറോ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വരിക. ഈ കറുത്ത വാവ് ദിവസം മെയിനായിട്ട് പോവരുതെന്നല്ല പറഞ്ഞത്, ഇതിന് സാവധാനം നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ധൃതിപ്പെട്ട് ചെയ്യേണ്ടി വരും, അത്രയും തിരക്കായിരിക്കും അവിടെ. കറുത്ത വാവ് ദിവസം നല്ല ആഘോഷമാണ് അവിടെ, അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ എന്താ പറയുക റിലേഷനിൽ ഫാമിലീസിനൊക്കെ ഫ്രണ്ട്സിനായാലും ആർക്കായാലും ഇതേപോലെ കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന അമ്മമാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. എൻ്റെ 100% റിസൾട്ട് കിട്ടിയ അനുഭവമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ സത്യത്തിൽ ഈ അമ്പലത്തിലേക്കായിട്ട് ഞാൻ പോയതല്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സ്ഥലം. പക്ഷേ അതിന് വേണ്ടിയിട്ട് എങ്ങനെ പോകേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അമ്മയുടെ കുടുംബശ്രീ വക ഞങ്ങൾ മൂന്നാറിലേക്ക് ടൂറ് പോകുന്നുണ്ടായിരുന്നു. ആ മൂന്നാറിലേക്ക് ടൂറ് പോകുന്ന സമയത്ത് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് കിട്ടിയൊരു വരം നോക്കി ദൈവം എന്നെ അവിടെ കൊണ്ട് എത്തിച്ചിട്ട് ടൂറ് സ്റ്റാർട്ട് ചെയ്യാമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്, അല്ലാതെ ഈ അമ്പലത്തിലേക്കായിട്ട് ഞാൻ പോയതല്ല. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി എനിക്ക് ഈ അമ്പലത്തിൽ ഇങ്ങനെ പോയി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടേക്കായിട്ട് പോകേണ്ടതെന്നൊക്കെ വെച്ച് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൂറിലൂടെ എനിക്കത് സാധിച്ചു. ടൂറ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് മൂന്നാറിലേക്ക് പോവാതെ
പോവാതെ ഞങ്ങൾ ഈ ഒരു വഴിയിലൂടെ പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെനിക്കുള്ളൊരു സമയം തന്നെ ആയിരിക്കും അല്ലേ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു തൊട്ടി കെട്ടിയിട്ട് വന്ന ആ മാസം തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയാനിടയായത്. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു സന്തോഷം എത്ര ഉണ്ടാവും എന്നൊന്ന് ആലോചിക്കുക. ഞാൻ ആ ദൈവത്തെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാവും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതെല്ലാം ഇപ്പം എൻ്റെ മുഖത്തിൽ കാണുന്ന സന്തോഷം. അങ്ങനെയാണ് എനിക്ക് ഈ സുന്ദരി കുട്ടി എനിക്ക് ദൈവം തന്നത്. അപ്പോൾ ആ ദൈവത്തിന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ടൂറ് പോകുന്ന സമയത്ത് ആർമതിച്ചും കളിച്ചും ചിരിച്ചും ഓടിയും വണ്ടിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടൊക്കെ എൻ്റെ വയറ്റിൽ നിന്ന് അത് കളയാതെ എനിക്ക് തന്നെ തന്ന ദൈവത്തിനൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നല്ല അർത്ഥം. നമ്മളത് അറിയുന്നില്ല. എനിക്ക് മെൻസസ് ഡേറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മളത് അറിയുന്നില്ല ഉണ്ടോ ഇല്ലയോ എന്ന്. പോയി വന്ന് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും എനിക്ക് ഒരാപത്തും വരുത്താതെ ദൈവം എനിക്ക് തന്ന ദൈവത്തിന് ഞാൻ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അവിടെ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ഫലം ഉണ്ടെന്നല്ലേ അതിനർത്ഥം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് അത്ഭുതമെന്ന് തന്നെ പറയാം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച റിസൾട്ട് ഒന്ന് ഈ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എത്രയ്ക്കോ വേണ്ടി പൈസ ചിലവാക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ഇതും കൂടി ഒന്ന് പറ്റുന്നവർ പോയി നല്ലപോലെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. എൻ്റെ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. മറ്റുള്ളവർക്ക് ഉപകാരമാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് ഗോഡ്, താങ്ക് യു മസാണിയമ്മ.